അപ്പോൾ കുറേ ആളെന്നോട് ചോദിക്കും നിൽക്കെന്താ പണിയെന്ന്. കുറേ ആളെന്ന് ചോദിക്കല്ലേ, 2-3 ചോദിക്കല്ലോ. അപ്പോൾ നിൽക്കെന്ത് പണിയെന്ന് ചോദിക്കും, നിൽക്കെന്താ അവിടെ വേസ്റ്റ് വാറിലോ പണിയെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും പണീൻ്റെ വീടൊന്നും ഇടാമെന്നുള്ള വിചാരിച്ച് അങ്ങനെ രാവിലെ എണീച്ച് ബാത്റൂമിൽ പോയി പല്ലും തേച്ച് ഉള്ള കൊടുത്തിട്ട് വേഗം പിന്നെ നിസ്കാരം സ്വഭി നിസ്കരിച്ചിട്ട് പിന്നെ നമ്മളെ പുറത്തുള്ള 2-3 ചെടിയുണ്ട്. കോയത്തിൽ പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ ചെടിക്കെല്ലാം പിന്നെ വെള്ളത്തിലെങ്കിൽ എല്ലാം പാടി തിമിർത്ത് പോകും. അങ്ങനെ പിന്നെ അടുത്തെന്ന് വെച്ചെങ്കിൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് പിന്നെ രാത്രി ഉണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കില്ല. പക്ഷേ ഇന്ന് രാത്രിത്തെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയില്ലാത്തതുകൊണ്ട് ഇന്ന് പിന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ രാവിലെ മേഗിയെല്ലാം ഉണ്ടാക്കി പിന്നെ ഉള്ളത് നമുക്ക് ഉച്ചക്കുള്ള ഫുഡിന് നോക്കണ്ടേ, ഫുഡെല്ലാം മെയിൻ. അങ്ങനെയുള്ള ഫ്രിഡ്ജ് നോക്കുമ്പോൾ ചെമ്മീനെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഞാൻ കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ച് വന്ന് പിന്നെ ഡ്രസ്സെല്ലാം ചെയ്തു. പിന്നെ പണിയെല്ലാം കുറച്ച് കഷ്ടപ്പാടില്ല പണിയാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ കണ്ടിട്ട് പറയാം കഷ്ടപ്പാടില്ലാണോ ഇല്ലയോ എന്ന്. വീടാകുമ്പോൾ പിന്നെ പഞ്ച് ചെയ്യേണ്ട, മറ്റേ യൂണിഫോം ഇടേണ്ട, ടാഗ് ചെയ്യേണ്ട, ഒന്നും പോകണ്ട. കണ്ടിട്ട് ലിഫ്റ്റിക്കൊന്നല്ല ലിപ്ബാമാണ് കണ്ട് വിചാരിക്കും വേറെ എവിടെ ലുക്കിലും മംഗലത്തിനെല്ലാം പോകുന്നു. പക്ഷേ അവിടെ അവിടെ പോയിട്ട് നേരെ അടുത്ത വീടത്തെ അടുക്കളയിൽ പോയിട്ട് ഇന്നത്തെ ബാണ്ട സാധനമെല്ലാം ചെയ്തെടുക്കൽ. അങ്ങനെ ഇന്നത്തെ വേണ്ട സാധനമെല്ലാം ചെയ്തെടുത്ത് എല്ലാം റെഡിയാക്കി പിന്നെ ആടുന്ന് ഇന്നത്തെ ഫുഡിന് പൈസ നമുക്ക് പിന്നെ ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുഡിന് പൈസയും ബാക്കിയുള്ള ബില്ലും തന്നെ നേരെ കാർ എടുത്തിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഒറ്റ പോക്ക് ചെമ്മിയാൻ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നേരെ സൂപ്പർ മാർക്കറ്റിൽ അവർക്ക് വേണ്ട സാധനം നമുക്ക് വേണ്ട സാധനം എല്ലാം മേടിക്കാം. അങ്ങനെ പിന്നെ മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം ഏകദേശം അറിയാം എൻ്റെ എന്താണ് പണിയെന്ന്. പ്രവാസികളോട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവരുടെ ഏകദേശം എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനത്തെ പണിയാണ് എടുക്കുന്നത്. പിന്നെ ചിലവർക്ക് മാത്രമേ കുറച്ച് അറിയാത്തിരിക്കും. പിന്നെ എന്നാലും പറഞ്ഞത് അങ്ങനെ സാധനമെല്ലാം മേടിച്ച് നമ്മളെല്ലാം റെഡിയാക്കി എല്ലാം എടുത്തിട്ട് നേരെ വണ്ടിയിൽ കൊണ്ടുവച്ചത്. പിന്നെ നേരത്തെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ ചെമ്മീനെ പുറത്ത് വെച്ചുകൊണ്ട് മറ്റവനോട് ക്ലീൻ ആക്കാൻ പറഞ്ഞു. റൂമിൽ 3 ആളുണ്ട്. അങ്ങനെ ചെമ്മീനെല്ലാം ഞാൻ വരുമ്പോൾ ക്ലീനാക്കി ചോറും വെച്ച് പിന്നെ എന്ന് വെച്ചെങ്കിൽ ബാക്കി ഉള്ളിയെല്ലാം മുറിക്കണം. അങ്ങനെ യൂട്യൂബിലെല്ലാം നോക്കി നല്ല വീഡിയോ എല്ലാം കണ്ട് ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് പിന്നെ ചെമ്മീൻ കറിയാക്കി. അങ്ങനെ ചെമ്മീൻ കറിയെല്ലാം ഉണ്ടാക്കി പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കുക്കിങ്ങിൻ്റെ എല്ലാം പഠിച്ച് അങ്ങനെ കറിയും ചോറെല്ലാം ഉണ്ടാക്കി. പിന്നെ റെസ്റ്റ് വേണ്ടേ, പണിയെടുത്തില്ല കുറേ. അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം. അത് 1 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ ഒരു 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീച്ചിട്ട് പിന്നെ ഉറക്കൻ്റെ പോകാൻ വേണ്ടി 2 വട്ടം ഫോണെല്ലാം നോക്കി പെറുക്കെല്ലാം വിളിച്ചിട്ട് പിന്നെ നേരെ കാർ എടുത്തിട്ട് നേരെ ലാൻഡ്രി പോകും. ലാൻഡ്രിയിൽ അവിടെ കൊടുക്കാനുള്ള ഡ്രസ്സും ഉണ്ട്, അവിടെ നിന്ന് എടുക്കാനുള്ള ഡ്രസ്സും ഉണ്ട്. അങ്ങനെ നേരെ ലാൻഡ്രിയിൽ എത്തിയിട്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ അവിടെ കൊണ്ടു കൊടുക്കും. പിന്നെ അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ എൻ്റെ ഡ്രസ്സും ഞാൻ ഇളക്കും. പിന്നെ എന്തായാലും അവിടെ കൊടുക്കുമ്പോൾ ചെറിയ പൈസയും കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം നേരെ ഗ്രാൻഡിൽ ഹവലിയിലെ ഗ്രാൻഡിൽ പോയിട്ട് ആടെ പോയി കഴിഞ്ഞെങ്കിൽ ബെസ്റ്റായിട്ട് ഒരു ചായ കുടിക്കൽ പതിവാണ്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ അത് ആടുന്നൊരു ചായ കുടിച്ചോ. പിന്നെ മൈരി കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ പുറത്ത് നല്ലൊരു സോഫ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനും വേണമെങ്കിൽ എടുത്തോട്ട് അങ്ങനെ നിസ്കരിച്ച് പിന്നെ നേരെ റൂമിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് ചായലും കുടിച്ച് റൂമിലാണ് പറക്കി തിന്നാന്നെങ്കിലും ഉണ്ടാവും. അതിന് മുമ്പേ നമുക്ക് ചോറും വന്ന് ഓൾറെഡി നമ്മുടെ ചെമ്മീൻ കറിയിൽ ഉച്ചക്കത്തെ ബാക്കി ഉണ്ടായി. അങ്ങനെ പിന്നെ പെരക്കെല്ലാം വിളിച്ച് വീഡിയോയിൽ നോക്കി നേരെ സിനിമയും കണ്ടിട്ട് നല്ല കടന്ന ഉറങ്ങൽ. അപ്പോൾ മനസ്സിലായില്ല എൻ്റെ പണി കുറച്ച് കഷ്ടപ്പെടാണെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?